ശബരിമല SITയുടെ രാഷ്ട്രീയ പ്രേരിതമായുള്ള മുന്നോട്ട് പോക്ക് വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT വലിയ തെറ്റ് ചെയ്തതായി സൂചനകൾ ലഭിക്കുകയാണ്. അതായത് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാർ ഉൾപ്പെടുന്ന ഈ SIT ശബരിമല സ്വർണ്ണമോഷണത്തിൽ CPM നേതാക്കളെല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കുടുങ്ങുകയും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ അതിൽ പെടാതിരിക്കുകയും ചെയ്തപ്പോൾ മനഃപൂർവ്വം കോൺഗ്രസ് നേതാക്കളെ കുടുക്കാൻ ശ്രമിച്ചു എന്ന അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് CPM നേതാക്കളായ പത്മകുമാറും N വാസുവും പ്രശാന്തും വിജയകുമാറും ശങ്കർദാസും ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്യപ്പെട്ടവരുമായ പ്രമുഖർ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നും അതിനായി അവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റ് കച്ചവടക്കാരെയും തന്ത്രിയെയും വരെ കൂട്ടുപിടിച്ചു എന്നും തെളിഞ്ഞ സാഹചര്യത്തിലാണ് ജനങ്ങൾ അവർക്കെതിരായത്. എന്നാൽ അതിൽ നിന്നും കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കോൺഗ്രസ് നേതാക്കളെ കളങ്കപ്പെടുത്താൻ SIT കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് തന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്ത് വാജിവാഹനം കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ തന്ത്രിയെ പ്രതിയാക്കിയത് അത് നൽകിയ കോൺഗ്രസ് നേതാക്കളെ കൂടി പ്രതിയാക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് 2017 ആദ്യം അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനെയും ഒപ്പം അംഗമായിരുന്ന അജയ് തറയിലിനെയും കുടുക്കുക എന്നും അതുവഴി CPMന് അതല്പം പ്രതിരോധമാണെന്നും കണ്ട് കണക്കുകൂട്ടി കളിച്ച 100ാം കിട രാഷ്ട്രീയ പരിപാടിയാണ് അത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാർ ഇത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് പൂർണ്ണമായും തന്ത്രിയുടെ നിരപരാധിത്വമാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ കാര്യവും. അതായത് വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് ഒരാചാരമാണ് എന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലുമാണ് ഇത് നടന്നതെന്നും തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ വാജിവാഹനം പിടിച്ചെടുത്തത് തന്നെ ആചാരത്തിൻ്റെ ലംഘനമാണ്. അതുവഴി SIT പണി വാങ്ങിക്കാൻ പോവുകയാണ്. അത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് തിരിച്ചറിയുകയാണ് വിശ്വാസ സമൂഹം. ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ചത് ഒരു അന്വേഷണ കമ്മീഷണറെയാണ്. അതായത് ഒരു അഭിഭാഷക കമ്മീഷണറെ. ക്ഷേത്രകാര്യങ്ങളിൽ വളരെ പാണ്ഡിത്യമുള്ള അഡ്വക്കേറ്റ് കമ്മീഷണറായി അന്ന് ഹൈക്കോടതി നിയോഗിച്ചത് ASP കുറുപ്പിനെയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് അന്ന് ശബരിമലയിൽ കാര്യങ്ങളെല്ലാം നടന്നത്. ഇതുപ്രകാരം അതായത് ആചാരപ്രകാരം പഴയ ധ്വജം മാറ്റി പുതിയ ധ്വജം സ്ഥാപിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം 6 റിപ്പോർട്ടുകൾ അതുപ്രകാരം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ 5ാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ധ്വജം മാറ്റിയതിനൊപ്പം തന്നെ ഈ വാജിവാഹനവും ആചാരപ്രകാരവും സാമ്പ്രദായിക പ്രകാരവും കൈമാറ്റം ചെയ്തു എന്നുള്ളതാണ്. അതായത് യജമാനൻ ആചാര്യന് കൈമാറുന്നതാണ് അവിടുത്തെ ആചാരം എന്നിരിക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കമ്മീഷണറുടെയും മറ്റ് ദേവസ്വം അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ തന്ത്രിക്ക് കൈമാറിയതാണ് സംഭവം. ഇത് നടന്നത് 2017 ഫെബ്രുവരി മുതൽ ജൂൺ വരെയാണ്. അല്ലാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും തന്ത്രിയും കൂടി സഖാക്കൾ എടുത്ത പണി എടുത്തതല്ല. ഇങ്ങനെ ശബരിമലയിലെ ആചാരങ്ങളെ നന്നായി നടത്തുകയും സാമ്പ്രദായികപരമായി നടത്തി വിജയിപ്പിക്കുകയും ചെയ്ത ASP കുറുപ്പ് അവർകളെ ഹൈക്കോടതി വലിയ രീതിയിൽ പ്രകീർത്തിക്കുകയും ആദരിക്കുകയും ചെയ്തതാണ് ഈ സംഭവത്തിൽ. അതും ചെയ്തത് മറ്റാരുമല്ല, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലെ ജസ്റ്റിസുമാരായ ജസ്റ്റിസ് PR രാമചന്ദ്ര മേനോനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനുമാണ്. ഇതെല്ലാം രേഖകളാണ്. അതിനപ്പുറം എന്താണ് വേണ്ടത് ഒരു SITക്ക് കണ്ടുപിടിക്കാൻ? ഇങ്ങനെയാണ് സംഭവം എന്നിരിക്കെ ഇത് CPM നേതാക്കൾ മോഷ്ടിച്ചതുപോലെ, ചുരുക്കി പറഞ്ഞാൽ പത്മകുമാറും വാസുവും മറ്റ് CPM നേതാക്കളും ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്ത് കൊടുത്തതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ തന്ത്രിക്ക് എടുത്തുകൊടുത്ത് കച്ചവടം നടത്തിയെന്നാക്കി തീർക്കാനായിരുന്നു SITയും ഇവിടെ ശ്രമിച്ചത്. അന്വേഷണം നടത്താൻ വേണ്ടി ഹൈക്കോടതി തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു സംഘം നടത്തിയത് ഈ പറഞ്ഞതുപോലെ സത്യമാണെങ്കിൽ ഇനി ആരെയാണ് വിശ്വസിക്കുക? അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോകുകയാണ് വിശ്വാസ സമൂഹം. വിശ്വസ്ത സമൂഹത്തെയും പറ്റിച്ചാണ് SITയുടെ പോക്കെങ്കിൽ അത് ഹൈക്കോടതി നിയന്ത്രിച്ചില്ല എങ്കിൽ ജനമിളകുകയും ഈ ഭരണകൂടവും SITയും നല്ല പണി വാങ്ങിക്കുകയും ചെയ്യും എന്നതിൽ തർക്കമില്ല.